നമ്മൾ പലരും ഇന്റീരിയറിനെ കുറിച്ച് തിങ്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ പാർട്ടിന്റെ ഒരു 50% ആകുമ്പോഴാണ് തിങ്ക് ചെയ്യുന്നത്. കുറച്ചുകൂടെ ക്ലാരിറ്റി പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ആ ഒരു സ്റ്റേജിലല്ല ഇന്റീരിയറിനെ കുറിച്ച് തിങ്ക് ചെയ്യേണ്ടത്. കാരണം ഇന്റീരിയർ ഇനിഷ്യൽ സ്റ്റേജ് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. നിങ്ങൾ നല്ല രീതിയിൽ ഇന്റീരിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാനിങ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആർക്കിടെക്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈനറുമായിട്ട് ഇരുന്ന് നിങ്ങളുടെ ഈച്ച് ആൻഡ് എവറിത്തിങ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ. ഇവൻ ഒരു എക്സാമ്പിൾ പറയുകയാണ് ലിവിംഗ് റൂമിൽ നിങ്ങൾക്ക് ഒരു 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിവിംഗ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആർക്കിടെക്റ്റിനോട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. അവിടെ 8 പേരെ നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സോഫ സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതല്ലാതെ നമ്മളൊരു റൂം ഡിസൈഡ് ചെയ്തിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് 8 പേരെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ എപ്പോഴും ഇന്റീരിയർ എന്ന് പറയുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വീട് പണിയാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇന്റീരിയറും ഫസ്റ്റ് പാർട്ടിൽ തന്നെ കൺസിഡർ ചെയ്യണം. ഓക്കെ.